പഞ്ചാബിൻ്റെ കാര്യത്തിനകത്ത് കേരളത്തിൻ്റെ കാര്യത്തിലൊക്കെ തന്നെ ആയിരിക്കാം ഒരുപക്ഷെ ഈ പറയുന്ന ഒരു തീർപ്പിലേക്ക് എത്താൻ ഏറെ സമയം വേണ്ടിവരിക, അല്ലെങ്കിൽ നടക്കാതെ പോവുക. ഉദാഹരണത്തിന് ബംഗാളിൻ്റെ കാര്യത്തിൽ കഴിഞ്ഞ ദിവസം ഡൽഹിയിലേക്ക് തിരിക്കുന്നതിന് മുമ്പ് മമതാ ബാനർജിയോട് ഇടതുപക്ഷവുമായി സഹകരണത്തിന് തയ്യാറാണോ എന്ന ചോദ്യത്തിന് ഞാൻ എന്തിനും തയ്യാറാണ് എന്ന മറുപടിയാണ് അവർ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം പക്ഷേ തൃണമൂലുമായി സഖ്യത്തിലാവുക ഏതാണ്ട് അസാധ്യമായ കാര്യമാണ് എന്ന് നിങ്ങൾ തന്നെ പല ഘട്ടങ്ങളിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. കേരളത്തിൽ അങ്ങനെ ഒരു ആവശ്യമില്ല എന്നുള്ള നിലപാടും എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ഇന്ത്യ മുന്നണിയിൽ CPM-ൻ്റെ റോള്, പ്രത്യേകിച്ച് ഈ സീറ്റ് വിഭജനത്തിൽ, ഈ CPM വളരെ ദുർബലമായി ഇരിക്കുന്ന പ്രദേശങ്ങളിൽ ഒരു സീറ്റ് കിട്ടുമോ എന്നതിനപ്പുറത്തുണ്ടോ അഡ്വക്കേറ്റ് അനിൽകുമാർ? ഇവിടെ ഇന്ത്യ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ഒരു OBC പ്രധാനമന്ത്രി എന്ന് പറയുന്നതിനോട് എത്രത്തോളം യോജിക്കാനാകും എന്ന് ആലോചിക്കേണ്ടതുണ്ട്. ഏതെങ്കിലും OBC ജനവിഭാഗങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേകമായി അദ്ദേഹം ചെയ്തിട്ടുമില്ല. അദ്ദേഹം OBC ആണെന്ന് അവകാശപ്പെടുന്നുണ്ട്, പക്ഷേ ആ ജനസമൂഹത്തിന് ചെയ്തിട്ടില്ല. ഹിന്ദു ജനസമൂഹത്തിന് ഈ കാലഘട്ടത്തിൽ എന്തെങ്കിലും പ്രത്യേകിച്ചൊരു ഗുണം അദ്ദേഹം ചെയ്തിട്ടില്ല. നമ്മുടെ രാജ്യം പട്ടണ സൂചികയിൽ 111 സ്ഥാനത്തേക്ക് മുഞ്ഞുകുത്തിയിട്ട് പ്രധാനമന്ത്രി OBC ആയിട്ട് വല്ല കാര്യമുണ്ടോ? അതുകൊണ്ട് യഥാർത്ഥത്തിൽ നരേന്ദ്രമോദി എന്ന് പറയുന്നത് അദാനിയുടെ പ്രതിനിധിയാണ്. അദാനിയുടെ പാതുക പൂജ നടത്തി ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന, കോർപ്പറേറ്റുകളുടെ പാതുക പൂജ നടത്തി ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സംവിധാനത്തിലാണ് ഇന്ത്യ രാജ്യത്തെ BJP ഭരണം പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അവർക്ക് ആഗ്രഹമുണ്ട് വ്യക്തിപരമായി മറ്റൊരു വ്യക്തിയെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാക്കി കിട്ടിയാൽ അതിൻ്റെ അകത്തെ വിജയപരാജയങ്ങളിൽ ആ വ്യക്തിപരമായ കേന്ദ്രീകരണത്തിലേക്ക് പോകാം. അത്തരമൊരു നിർദ്ദേശമാണ് ഇന്ന് ഉന്നയിക്കപ്പെട്ടതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് അസ്വീകാര്യമാണ് എന്ന് ഖാർഗെ തന്നെ വ്യക്തമാക്കിയതോടുകൂടി അത് അവസാനിക്കുകയും ചെയ്തു. മാത്രമല്ല, 10 കൊല്ലക്കാലം ഇന്ത്യ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായ മൻമോഹൻ സിംഗ് ഒരു കാലഘട്ടത്തിലും ഒരു പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് ഉയർത്തിക്കാട്ടപ്പെട്ട ആളല്ല. നരസിംഹറാവു ഏതെങ്കിലും കാലഘട്ടത്തിൽ ഒരു പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയോട് ഉയർത്തിക്കാട്ടപ്പെട്ട ആളല്ല. അപ്പോൾ പ്രധാനമന്ത്രിയായ ആളെ ഉയർത്തിക്കാട്ടുക, അതിനുശേഷം മത്സരം ജയിക്കുക, ഇതൊന്നും നമ്മുടെ രാജ്യത്തിന് അത്ര പരിചിതമായ കാര്യങ്ങളല്ല. ഇടയ്ക്ക് ചില സന്ദർഭങ്ങളിൽ ഉണ്ടായിട്ടുമുണ്ട്. പക്ഷേ നരേന്ദ്രമോദിയാണ് 2014-ലും 2019 മുഖ്യമന്ത്രിമാർ വന്ന് ഒരാൾ പോലെയും ഒരു മുഖ്യമന്ത്രിയായിട്ട്, അതെ, അത് ശരിയാണ്. ആ നരേന്ദ്രമോദിയെ തന്നെ ഒരു 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 വ്യക്തിത്വത്തെ വളർത്തിയെടുക്കുന്നതിന് വേണ്ടി എത്ര കോടി രൂപ ചെലവഴിച്ചു? ആ ചെലവഴിക്കപ്പെട്ട കോർപ്പറേറ്റ് വൽക്കരണത്തിൻ്റെ ഭാഗമായി ചെലവഴിക്കപ്പെട്ട കോടികളുടെ തുടർച്ചയായി ഒരു ബിംബനിർമ്മിതി നടന്നു. അത്തരമൊരു ബിംബനിർമ്മിതിയുടെ ഭാഗമായിട്ട് OBC എന്ന് പറയുന്നേ ഉള്ളൂ. മറുഭാഗത്ത് ആ വിഭാഗത്തിലെ ജനങ്ങളാകെ ദുരിതത്തിലാണ്. ഇവിടെ മല്ലികാർജ്ജുന ഖാർഗെയുടെ ജാതി പറഞ്ഞിട്ട് അതിൻ്റെ ഭാഗമായിട്ടൊരു പ്രതിദ്വന്ദ്വി എന്നെ അവതരിപ്പിക്കുന്നത് ഇന്ത്യൻ രാഷ്ട്രീയത്തെ വഞ്ചിക്കുകയാണ്, ഇന്ത്യൻ രാഷ്ട്രീയത്തെ ഒറ്റുകൊടുക്കുകയാണ്. ഇന്നത്തെ മൂർത്തമായ രാഷ്ട്രീയ സാഹചര്യങ്ങളെ നിരാകരിക്കുന്ന നിലപാടാണ് വ്യക്തിപരമായ ദ്വന്ദ്വയുദ്ധമായി തെരഞ്ഞെടുപ്പിനെ പരിമിതപ്പെടുന്നത്. BJP അത് ആഗ്രഹിക്കുന്നുണ്ട്. മോദി വേഴ്സസ് രാഹുൽ. ഈ സീറ്റ് വിഭജനം 1-ാം തീയതി അല്ലെങ്കിൽ 15-ാം തീയതി പൂർത്തിയാക്കണമെന്ന് പറയുമ്പോൾ CPM-ന് അതിൽ റോളുണ്ടോ? അവിടെ CPM-ന്റെ ഏറ്റവും പ്രധാനപ്പെട്ട റോൾ എന്താണ്? ഇന്ത്യ രാജ്യത്ത് ഇപ്രകാരം ഒരു പോരാട്ടത്തിനകത്ത് പ്രത്യയശാസ്ത്രപരമായ ഒരു കരുത്ത് വേണം. അതിൽ കോൺഗ്രസിൻ്റെ ദൗർബല്യം എന്താണ്? 3 സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ BJP ജയിച്ചു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP ജയിച്ച സ്ഥലങ്ങളിലാണ് ഇപ്പോൾ വീണ്ടും BJP ജയിച്ചിരിക്കുന്നത്. അതേ സ്ഥലത്ത് അസംബ്ലി BJP തോറ്റതാണ്. അപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജയിച്ചവർ അസംബ്ലി തോക്കുന്നതും അസംബ്ലി ജയിച്ചവർ ലോക്സഭയിൽ തോക്കുന്നതും ഈ 3 സ്റ്റേറ്റിലും, മധ്യപ്രദേശിലും രാജസ്ഥാനിലും ഛത്തീസ്ഗഡിലും നമ്മൾ 5 കൊല്ലത്തിനിടയ്ക്ക് കണ്ട കാര്യങ്ങളാണ്. അതുകൊണ്ട് BJP എന്ന് പറയുന്നത് പരാജയപ്പെടുത്താനാവാത്ത ഉയരത്തിലേക്ക് പോയിട്ടില്ല എന്ന ആത്മവിശ്വാസം ഇന്ത്യ രാജ്യത്ത് നൽകാൻ ആർക്കാ പറ്റുന്നത്? നൽകാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ത്യയിലെ തൊഴിലാളികളുടെയും കൃഷിക്കാരുടെയും ഐക്യത്തിനാണ്. ആ പോരാട്ടത്തിനകത്ത് മുന്നു നിൽക്കുന്ന പ്രസ്ഥാനത്തിന്, ഞങ്ങളുടെ കരുത്തിന് ഒരു സീറ്റുകളിലേക്കും പാർലമെന്ററി രാഷ്ട്രീയത്തിന്റെ അംഗത്തിന്റെ അല്ലെ എണ്ണത്തിലേക്കും പരിമിതപ്പെടുത്താൻ, അതിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നൊരു വളരെ പ്രധാനപ്പെട്ട ഒരു സംസ്ഥാനം പശ്ചിമ ബംഗാളിലെ മമതയുമായി കൈകോർക്കാൻ തയ്യാറുണ്ടോ? ഇല്ലെങ്കിൽ ഇല്ല, ഉണ്ടെങ്കിലുണ്ട്.
അവിടെ വ്യക്തമാക്കപ്പെടുന്ന കാര്യം എന്താണ്? അവിടുത്തെ ഇടതുപക്ഷക്കാരെ അടക്കം അട്ടിമറിക്കുകയും ജനാധിപത്യത്തെ അട്ടിമറിക്കുകയും അതിൻ്റെ ഭാഗമായി BJPക്ക് വളരാൻ സഹായകരമായ നിലപാട് സ്വീകരിക്കുകയും ചെയ്ത അവസരവാദം അവർ ചെയ്തിട്ടുണ്ട്. ഞങ്ങളതിനെ തുറന്നു കാട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്കെതിരായ കടന്നാക്രമണത്തെ തുറന്നു കാട്ടിക്കൊണ്ടിരിക്കുകയാണ്. BJPക്കെതിരായ അവരുടെ ചെറുത്തുനിൽപ്പിനകത്ത് എത്രത്തോളം ആത്മാർത്ഥതയുണ്ട്. മന്ത്രിമാരൊക്കെ പോയി ജയിലിൽ കിടക്കുന്നു അഴിമതിയുടെ ഭാഗമായി. അങ്ങനെ ഗതിയില്ലാതെ വരുമ്പോൾ എന്നാൽ നിങ്ങളോട് എൻ്റെ കൂടെ നിന്നോ എന്ന് പറയുന്ന സൗജന്യങ്ങളൊന്നും നമ്മുടെ രാജ്യത്തിന്റെ രാഷ്ട്രീയത്തിലെ വർത്തമാനകാല യാഥാർത്ഥ്യമായിട്ട് പൊരുത്തപ്പെടുന്നതല്ലോ. ശരി, അപ്പോൾ പിന്നെ ഒന്നാമത്തെ കാര്യം സംസ്ഥാനങ്ങളിലാണ് ധാരണ വരേണ്ടത്. Debate with MV Nikesh Kumar.